അമ്മമാരുടെ പ്രതികരണം കേട്ട് അഭിസാരികന്മാർ കണ്ടം വഴി ഓടി. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് അമ്മമാരുടെ പ്രതികരണങ്ങൾ. സംസ്ഥാനം സമാനതകളില്ലാത്ത കടത്തിൽ മുങ്ങി താഴുമ്പോൾ, ഓണമെടുത്തപ്പോൾ റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും പട്ടിപെറ്റി കിടക്കുമ്പോൾ, ക്ഷേമ പെൻഷൻ കിട്ടാതെ പാവങ്ങൾ വലയുമ്പോൾ, സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ലാതെ സർജറികൾ മുടങ്ങി രോഗികൾ വലയുമ്പോൾ, കൊച്ചുകുട്ടികളെ പോലും തെരുവു നായ്ക്കൾ കടിച്ചു കീറുമ്പോൾ, ദുരിതാശ്വാസ നിധി പോലും കട്ടുതിന്നുമ്പോൾ, ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം നടത്തേണ്ടുന്ന പ്രതിപക്ഷം അവർ തന്നെ പിണറായി സർക്കാരിന് എറിഞ്ഞു കൊടുത്ത ഒരു അടിപ്പാവാടയിൽ മുഖം മറച്ച് ആരും കാണുന്നില്ല എന്ന് ധരിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവരുടെ പൊതുശത്രു ഇന്ന് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടമാണ്. മുന്നിൽ നിന്ന് പട നയിക്കേണ്ടുന്ന ആണൊരുത്തനെയാണ് അസൂയമൂത്ത പറവൂർ മ്യാമനും കൂടെ നിന്ന് പുറകെ കുത്തിയ കട്ടപ്പന്മാരും ചേർന്ന് സൈഡിലാക്കിയത്. എന്നാൽ മാധ്യമപേശികളെ ഉപയോഗിച്ച് നടത്തുന്ന മാപ്ര ടെററിസത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കണ്ണിന് മൂടലുണ്ടായിട്ടില്ല, കേഴ്ചയ്ക്ക് കുറവുമുണ്ടായിട്ടില്ല, ബുദ്ധിക്ക് ഭ്രമവും ഉണ്ടായിട്ടില്ല എന്ന് i2i ന്യൂസിന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. ലോകമെമ്പാടുമുള്ള അമ്മമാരും സഹോദരിമാരും രാഹുലെ നിനക്കൊപ്പമുണ്ട്. അവർക്ക് ഈ നാടിന് നിന്നെ വേണം. ഈ അമ്മമാരുടെ നേർത്ത ശബ്ദത്തിന് കൂലിക്ക് പണിയെടുക്കുന്ന കള്ളത്തരങ്ങൾ പടച്ചുവിടുന്ന മാധ്യമപേശികളുടെ ആംപ്ലിഫൈ ചെയ്ത ശബ്ദത്തെക്കാൾ മുഴക്കമുണ്ട്, മൂർച്ചയുണ്ട്. ഇത് കേൾക്കുന്ന രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും നിങ്ങൾക്കറിയാവുന്ന പരമാവധി ആളുകളിലേക്ക് ഇത് പകർന്നു നൽകുക. രാഹുലിനെ ഇല്ലാതാക്കാനുള്ള ആ സംഘടിത ശ്രമത്തെ നമുക്ക് നിർവീര്യമാക്കണമെങ്കിൽ ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ ലോകമറിയണം. ഒരു മാധ്യമവേശികൾക്കും സത്യത്തിൻ്റെ മുന്നിൽ അധികകാലം നുണയുമായി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിൽക്കക്കള്ളിയില്ലാതെ സത്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരും, വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് വിശ്രമമുണ്ടാകരുത്. നിങ്ങളുടെ ഓരോ പ്രതികരണങ്ങൾക്കും വിലയുണ്ട്. നിങ്ങളുടെ ശബ്ദം ഞങ്ങളിലൂടെ ലോകം കേൾക്കട്ടെ. ഇനി അമ്മമാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാൻ കണ്ണൂർ ഇടച്ചേരി എന്നുള്ള ഒരാളാണ്. എൻ്റെ പേര് മോബിൻ തോമസ്. ഞാൻ ഈയിടെയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഈ ഫോൺ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം കേർത്തിയപ്പോൾ സത്യം പറഞ്ഞ സംഘത്ത് ഇടിവെട്ടിയ പോലെ തോന്നി. നല്ലൊരു ഭാവിയുള്ള പയ്യൻ, എല്ലാത്തിലും സ്മാർട്ട്, കാണാനും ഹാൻസം, പ്രവൃത്തിയിൽ അവൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാൾ, എല്ലാം കൊണ്ട്. പക്ഷെ നമുക്ക് ആരുടെ ഉള്ളു തികഞ്ഞു നോക്കാൻ പറ്റില്ല. ഞാൻ കന്നഡ പഠിച്ച ആളാണ്. ഞാൻ കൊടകിൽ ജനനവും പഠിച്ചതും ഒക്കെ കൊടകിലാണ്, കർണാടകയിലാണ് എൻ്റെ വീട്. ഇപ്പം എൻ്റെ മോടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടം ഉണ്ടായി മോനെ. നിങ്ങളുടെ ഇതെപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് ചാനൽ. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തപ്പോൾ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ട്, നമ്പരും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഗെയിമായി. എന്നാൽ നിങ്ങളൊന്ന് വിളിച്ചേ പറ്റുമോ എന്നുള്ള വിചാരിച്ചിട്ടാണ്. ഓരോ കാര്യങ്ങളിലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പെണ്ണുമാണ് ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങോട്ട് വരുന്നതാണ്. എല്ലാത്തിനും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും പ്രായം കഴിഞ്ഞാൽ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നും പറയുന്നു. പക്ഷെ ഈ ആൺകുട്ടികൾ ചെയ്യുന്നത് തെറ്റും പെൺകുട്ടികൾ ചെയ്യുന്നതെല്ലാം നല്ലതും എന്ന് വാദിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടാ? എനിക്ക് അതിനോട് പൂർണ്ണമായ വിയോജിപ്പാണുള്ളത്. കാരണം രണ്ടുപേരും തെറ്റ് ചെയ്താൽ ആണാണെങ്കിലും പെണ്ണാലും തെറ്റും ശരി അല്ലേ? അങ്ങനെ ഒരു വിശ്വാസത്തിലുള്ള നമ്മുടെ ഭരണഘടനയും അത് വിഭാവനം ചെയ്യുകയും ചെയ്യുന്നു, തുല്യ നീതി. അതെ, ഒത്തിരി കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞ് അവരവും കഴിഞ്ഞ് തെറ്റപ്പോക്കല് മൊത്തം കഴിഞ്ഞേറ്റും വന്ന് ഇങ്ങനെ ഈ പരാതി കൊടുക്കുന്നതിൽ ഇല്ലെങ്കിൽ ഇവളുമാര് ധൈര്യമായിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യട്ടെന്നേ. എന്തുകൊണ്ട് ഇവർ കംപ്ലൈന്റ് ചെയ്യുന്നില്ല? മറ്റുള്ള ചാനലിൽ, റിപ്പോർട്ടർ ചാനലിലാണ് ഞാനിത് കേൾക്കുന്നത്. അരുണിനെ ഒത്തിരി ഇഷ്ടമാണ്. ആ പറയുന്നിടത്തും ഒരു വ്യക്തിയെ, അവന്റെ കുലത്തെ, അവന്റെ പ്രായത്തെ, അവന്റെ ഉദ്യോഗ പദവിയെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ചാനലുകളിൽ വന്ന് പറയുമ്പോൾ ഒന്നും ഓർക്കാല്ല ഇവളുമാർക്ക്. അവളുമാരുടെ വീട്ടിൽ ഉണ്ടാകുമല്ലോ ആങ്ങളമാര്, തെറ്റ പൊക്കാൻ എളുപ്പം. പക്ഷെ അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് ഈ അപരാധം പറഞ്ഞു കൂട്ടുന്ന ഇവളുമാരനെ എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ മോനെ സങ്കടത്തോടുകൂടി പറയുകയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു ക്രൈസ്തീയ വിശ്വാസിയാണ്. പക്ഷേ ഈ രണ്ട് നിയമം പൊളിച്ചടുക്കണം മോനെ.
ഈ 2 നിയമം പൊളിച്ചടുക്കണം. ഒരേ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന അമ്മക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സൈഡ് പറയാത്ത പെൺപിള്ളേരിൽ എന്താണ് ഇല്ലാത്തത്? ഈ വ്യത്യാസത്തിനെ വളരെ ഏറെ ഞാൻ വിമർശിക്കും. എൻ്റെ മരുമകൻ CPM കാരനാണ്. അവന് ഞാനുമായിട്ട് ഇന്ന് പറഞ്ഞു ഇവനെ മാറ്റണം. ഇവന്റെ MLA പദവികൾ എന്തുകൊണ്ട്? നമ്മുടെ സിനിമാ താരം മുകേഷ്, അതിന്റെ ഒപ്പം വേറെ ഒരുത്തൻ CPM പാർട്ടിയിലില്ലേ? അത് വിശുദ്ധ പീഡനങ്ങളാണോ അവർ നടത്തിയത്? ഇതെല്ലാം കഴിഞ്ഞ് അവര് ചാനലിലൊക്കെ കംപ്ലൈന്റ് ചിന്താക്കുഴപ്പത്തിലുള്ളവരായിരുന്നല്ലോ. അപ്പൊ അവരിന്നും നിൽക്കുന്നില്ല MLA ആയിട്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം ഞാനൊരു സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഞാൻ അത് പൊക്കി പറയുകയല്ല. ഇവളുമാരെല്ലായിടത്തും പോകും. അവസാനം എന്തുകൊണ്ടോ എനിക്കറിയില്ല ഈ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അപരാധമായിട്ട് വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പോണ് ചെറ്റ പൊക്കിക്കൊണ്ട്? അപ്പോഴൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലേ? എനിക്ക് എന്റെ മോനെ എനിക്ക് വയസ്സ് 66. തമാശല്ല, 3-4 കൊല്ലം കഴിയുമ്പോഴാണ് ഇതൊരു പീഡനമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഒന്നും തോന്നില്ല. പച്ചക്ക് പറയുകയാണ്, എനിക്ക് 2 പെൺമക്കളുള്ളതാണ്. ഞാൻ പച്ചക്ക് പറയുകയാണ്, അപരാധം മൊത്തം കാണിച്ചു വെച്ചു. ലാസ്റ്റ് ആൺപിള്ളേരുടെ ചങ്കത്തോട്ട് കയറുന്ന രാഹുലല്ല, ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അവൻ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, CPM കാരനായിട്ട്, കോൺഗ്രസ് ആകട്ടെ, മറ്റേ ഏത് ചെറു പാർട്ടികളും ആയിക്കോട്ടെ, ഒരു ആൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഇത് എന്നെ നാളെ ക്രൂശി കെട്ടുകയാണെങ്കിൽ അയാം ഓക്കെ, മനസ്സിലായ? എന്നെ വന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. ഈ മൂക്കിൽ പഞ്ഞി വെക്കാനായ സമയത്ത് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. സത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അരുണിന്റെ കാര്യം ഒരു പരാമർശം പറഞ്ഞല്ലോ. ഇപ്പം ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലോ, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലോ, എത്ര മിടുക്കുണ്ടെങ്കിലോ, അയാൾ എവിടെ ജോലി ചെയ്യുന്നത്? ഒരു മരം കൊള്ളക്കാരന്റെ, ഒരു തീവട്ടി കൊള്ളക്കാരന്റെ വെറും വാർത്താ തൊഴിലാളിയായിട്ടിരിക്കുമ്പം ഇയാൾക്ക് ഇത് പറയാനല്ലേ നിർവാഹമുള്ളൂ? മുതലാളി വിളിച്ച് പറയുവാണ്, ഡേ ഇന്ന് നീ ഇവനെ കുറിച്ച് ഇങ്ങനെ അവനെ കൊല്ലണം, അവനെ നശിപ്പിക്കണം പറഞ്ഞ് ഈ കാര്യമാണ് നിനക്ക് ഇട്ട് തരുന്നതെന്ന് പറഞ്ഞ് അവനത് ചെയ്യുന്ന വെറും ഒരു വാർത്താ തൊഴിലാളിയല്ലേ? അതവന്റെ ഗതികേട് കൊണ്ട് അവൻ ഇന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ മോനെ എന്റെ സത്യസന്ധത കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഇതൊന്നും അറിയില്ല. ഞാൻ ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയാണ്. ഇപ്പുറം ഒരു ആരോപണം, ഒരു പോലീസ് കംപ്ലൈന്റ് ഇല്ല, പരാതിയില്ല, ഒന്നുമില്ല. ഇപ്രകാരം ഒരു സ്ത്രീ ഇറങ്ങി ഒരു പെൺകുട്ടി, അതായത് ഈ BD സജിന് നന്നായിട്ട് അറിയാവുന്ന അയാളെ ഏറ്റവും വേണ്ടപ്പെട്ട അങ്ങനെയുള്ള ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞപ്പോ ഒരു അന്വേഷണം പോലും നടത്താതെ, ഒരു പോലീസ് കേസ് പോലും ഇല്ലെന്നിരിക്കെ ഇവന്റെ രാജി മേടിച്ച ഇയാളുടെ നടപടിയോട് എങ്ങനെ പ്രതികരിക്കുന്നു BD സതീശന്റെ തെറ്റാണത്. എനിക്കൊരു സംശയം, ഈ വരുന്ന ഇവന്, ഈ കൊച്ചു പയ്യന് അവന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരിനി രാഷ്ട്രീയത്തിലൂടെ അവന്റെ ഭാവി എന്ന് വെച്ചാൽ ഭാവിയിൽ ഞാനിത് രാഹുൽ മാങ്കൂട്ടവും പിന്നെ വേറൊരു പയ്യനും കൂടിയുണ്ട് അവന്റെ കൂടെ, അവന്റെ പേര് മറന്നുപോയി. അവനെയും കൂടി എൻ്റെ നല്ല പിള്ളേരാണ്, സ്മാർട്ടാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഓർക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇവര് നാളത്തെ മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും യോഗ്യതയുള്ളവരാണെന്ന് വരെ എൻ്റെ മനസ്സിൽ കരുതിയതാണ് മോനെ. പക്ഷെ അതെല്ലാം തച്ചടക്കാനായിട്ട് കുറെ യുവതികൾ ഇറങ്ങി തിരിക്കുകയാണ്. കിട്ടും. ഞാൻ ഈ ഭയമുള്ളവരാണ് ഈ യുവതികളെ ഇറക്കിയത്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാനത് ഓക്കെ അടിക്കുന്നില്ല. പക്ഷെ യവൻ ഏത് രാഷ്ട്രീയ പ്രമാണി ചെയ്താലും അവന്മാർക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ തെറ്റാണെന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് പറയാനായിട്ടുള്ള ആംബിയറുള്ളവൻ വന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം. അതിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഞാൻ ഇതുവരെ ഇങ്ങനൊരു, പക്ഷെ സത്യം എവിടെ ഉണ്ടെങ്കിലും സത്യത്തിന് വേണ്ടി ഞാൻ വീട്ടിലിരുന്നും വാദിക്കുന്ന ഒരാളാണ്. ഇന്ന് എൻ്റെ മോനോടും പറഞ്ഞു, മരുമോനോട്, യുവമാരിങ്ങനെ ലാ അടിക്കുന്നുണ്ടല്ലോ, ഇനി അവനോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? ഭരിക്കുന്ന നിങ്ങളുടെ ഇപ്പൊ CPM-ലില്ലേ 2 പുള്ളികൾ, മുകേഷിന്റെ പേര് പറഞ്ഞു, മറ്റവൻ കടകംപള്ളി സുരേന്ദ്രൻ. എനിക്ക് സുരേന്ദ്രൻ എന്നേ കിട്ടിയുള്ളൂ. ഞാൻ എൻ്റെ മരുമകനോട് ഇന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ ഓർക്കും, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ 10ാം ക്ലാസ്സുകാരിയാണ്. എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകും, ജസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകും, കന്നഡം നല്ലോണം പറയും, പഠിച്ചതാണ്. പക്ഷെ എനിക്കിങ്ങനെ അപ്പം ഞാൻ ഓർക്കുകയാണ്, എനിക്ക് നല്ലവണ്ണം മലയാളം, ഞാൻ പഠിച്ചതൊക്കെ കന്നഡ ആയതുകൊണ്ട് മലയാളം സംസാരിക്കുകയല്ലാണ്ട് ഏതാനും ഒന്നും അറിയില്ല, വായിക്കും ഞാൻ. അപ്പം എനിക്ക് എഴുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെപ്പോലെ ഇറങ്ങി തിരിച്ചാന്. പക്ഷെ ഇതൊക്കെ നീതി വേണ്ട ഒരു കാര്യങ്ങളാണ്. എന്തുമാകാം, എവിടെയാകാം. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ് മോനെ, ഒരു സ്ത്രീക്ക്
ഗർഭപാത്രം 2 വെക്കേണ്ടിയിരുന്നു. എന്തിനൊരു ഗർഭപാത്രം വെച്ച്? ആണ് അവന്റെ നല്ല വളർച്ചയിൽ വരുമ്പോ അവന്റെ ശത്രുക്കൾ അവനെ ഇല്ലായ്മ ചെയ്യുന്നു. നാളെ എത്ര അവൻ പിടിച്ചു നിന്നാലും അവന്റെ ഉള്ളിലൊരു തേങ്ങനുണ്ടാകും അല്ലേ? ഇല്ലാണ്ടിരിക്കുമോ? അതുകൊണ്ട് ഏത് രീതിയിൽ എനിക്കിതിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു പേടിയില്ല. ഞാൻ പെണ്ണുങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആണിന് എന്തുണ്ട്? കന്നഡത്തിൽ പറഞ്ഞേക്കണത് ഹക്കുകളു കർത്തവ്യകളു പൗരന ಒಂದು നാണ്യത ಎರಡು മുഖಗಳು എന്ന്. ഒരു നാണയത്തിന്റെ 2 മുഖമാണ്. പിന്നെ ഈ നിയമം മാത്രം എന്തിനാണ് 2 തരത്തിലാക്കുന്നത്? ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിയമം ഒരേപോലെ ആയിരിക്കണം. പിന്നെ ചെയ്തത് അറിഞ്ഞും അറിയാണ്ടും ചെയ്യും. എല്ലാം സമ്മതിച്ചു. നമ്മളിപ്പോ ഒരാളെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഗോവിന്ദസ്വാമി ചെയ്യുന്ന പോലെ പിടിച്ചു മാറ്റി ബലാത്സംഗം ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, തെറ്റാണ്. അറിഞ്ഞുകൊണ്ട് വർഷങ്ങളോളം സുഖിച്ചു കൊണ്ടുവച്ചു ലാസ്റ്റ് ഒരു പരാതിപ്പെട്ടിയായിട്ട് ഇറങ്ങുന്നത് ന്യായമാണോ ഇത്? അത് ന്യായമല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇതിനു വേണ്ടി, ഈ ഒരു വിഷയത്തിന് വേണ്ടി ശബ്ദിക്കുന്നതും ഇപ്പൊ അമ്മ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുന്നതും. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഇത് തെറ്റാണ്. എന്നെ കൊണ്ട് ഇൻഡിവിജ്വൽ ഒരു ചെറിയ മനുഷ്യ നിലയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതേ ഉള്ളൂ. അത് ഞാൻ പരമാവധി ചെയ്യുന്നു. സാർ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വടക്കഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഷാജിദ. സാറ് രാഹുലിന് എന്ത് പ്രശ്നം വന്നിട്ടെന്ന് വെച്ചാലും അത് തെളിയുന്നവരെ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു നമ്മുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടിയിലുള്ളവരെ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ വേണം. അതുപോലെ രാഹുലിന്റെ അടുത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ കൊടുക്കണം. ആ തെറ്റ് അറിയാത്തതിന് മുമ്പ് പല വിവാദങ്ങളും രാഹുൽ ഉദിച്ചുയരുന്ന ഒരു സൂര്യനാണ്. ആ വ്യക്തിനെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റു പാർട്ടിക്കാരെ അധിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, അതേ തന്നെ രാഹുലാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അല്ലാത്ത പക്ഷം ഒരു വ്യക്തിനെ ഇത്രയ്ക്ക് മാത്രം ദ്രോഹിക്കുന്നതിൽ ഒരു അല്പമെങ്കിലും മനസാക്ഷി വേണ്ട ഈ മനുഷ്യന്മാർക്ക്. കോൺഗ്രസ് പാർട്ടി ഞങ്ങളൊക്കെ എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ രാജീവ് ഗാന്ധി മരിച്ചിട്ട് 10 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് മറ്റേ കിടന്ന ഒരു വ്യക്തിയാണ് സാറേ ഞാൻ. മനസ്സിലായില്ലേ? ഒരു വ്യക്തിനെ ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം തീർച്ചയായിട്ടും. സാർ, ഇത്ര സത്യസന്ധന്മാരായിട്ടുണ്ട് പറഞ്ഞാൽ ഇവർക്ക് ഒന്ന് ആഞ്ഞടിച്ച് ഇവിടുന്ന് അടിച്ചുറച്ച് നിന്നിട്ട് സംസാരിക്കണമായിരുന്നു. മറ്റ് CPM നും CPI-നും ഇത്രയും വിവാദങ്ങളും ഇത്രയും പെൺവേട്ടയും മറ്റുള്ളവരൊക്കെ നടത്തി അതിനുള്ള തെളിവും മറ്റുള്ളതുള്ളുമ്പോ ഇവരെന്തിനായില്ല? സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി നടപടിയെടുക്കണം കോൺഗ്രസ്സുകാര്. അല്ലാത്ത പക്ഷം മറുവശത്ത് ഇത്രയും വിവാദങ്ങൾ ഉള്ളുമ്പോ ഇവർക്ക് ഒരു വാക്ക് അവരോട് ആഞ്ഞടിച്ച് പറയാം. തെറ്റ് വിധി വരട്ടെ, അല്ലെങ്കിൽ നേരിലൊരു പ്രതി അവിടെ മറ്റേ ഹാജരാവണം, എന്നെ ഇന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നിട്ട് പറയേ ഗർഭത്തിന്റെ കൂട്ടം കൂടെയാണെങ്കിൽ ആളില്ലാത്ത ഗർഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പെണ്ണ് വന്നിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട് ഇവനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ കൊണ്ട് കോൺഗ്രസ്സുകാർ കെട്ടിക്കും. അവൻ കെട്ടും. അവൻ അത്രയും വ്യവസ്ഥയുള്ളവനാ. പിന്നെ അവനെ എന്താ ഇതൊക്കെ മറുപാർട്ടിക്കാര് CPI-ലും പെണ്ണുങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതിനെ ഇറങ്ങിയിരിക്കുന്നത്. ഈ പോങ്ങന്മാർക്ക് ഒന്ന് ചിന്തിച്ചാ നമുക്ക് CPM-കാര് പ്രതിഷേധിക്കുന്നതിനോ അവന്മാര് പ്രകടനം നടത്തുന്നതിനോ BJP-ക്കാർ എതിർക്കുന്നതിനോ നമുക്കൊന്നും പറയത്തില്ല. അത് രാഷ്ട്രീയം അവർ ചെയ്യും. പക്ഷെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങനും KPCC എന്ന് പറയുന്ന ആ റബ്ബർ സ്റ്റാമ്പ് ഇവന്മാരുടെ ചെരുപ്പ് നക്കയായിട്ട് വെച്ചേക്കുന്ന ഇവനൊക്കെ ഇവന്റെ കുശുമ്പ് കൊണ്ട് ഈ രാഹുൽ എന്ന് പറയുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുള്ളവന്മാരാണ് ഈ മേളിലിരിക്കുന്ന യുവന്മാര്. സാറെ, ഉദിച്ചുയരുന്ന ഒരു സൂര്യൻ എന്ന് 100% അവൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തും അന്തസ്സും അഭിമാനത്തോടുകൂടെ അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ പെർഫെക്റ്റ് തന്നെ ആയിരിക്കണം. അല്ലാതെ അവൻ ഇത്രയും അവനിക്ക് ജനപിന്തുണ ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ. അതേപോലെ അവന്റെ ഇത്രയും കാലത്തെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏതെങ്കിലും ആ ഒരു ഇടപെടുന്ന ആളുകളോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ അതല്ലെങ്കിൽ ഒരു പരാതിയുമായി വന്ന ആളുകളോടോ പൊതുജനങ്ങളോടോ ഏതെങ്കിലും തരത്തിലൊരു ബിഹേവ് ചെയ്തതായിട്ട് എന്തെങ്കിലും ഇതുവരെ നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഈ ഒരു അവർക്ക് ആ കള്ള നായിന്റെ മക്കളെ ഞാൻ സാറേ ഇതിൽ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. കള്ള നായിന്റെ മക്കൾക്ക് സ്ഥാനം മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് സത്യസന്ധമായി പറഞ്ഞ കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ രാഹുൽ രംഗത്ത് വന്നതിന് ശേഷം മാത്രമാണ്. അല്ലാതെ പക്ഷെ എന്ന് പറയാൻ മാനക്കേടായിരുന്നു. ഞങ്ങൾക്ക് മാനക്കേടായിരുന്നു.
അതായത് ഇന്ന് ഇതിനൊരു ഉണർവും ഉന്മേഷവും നൽകി. ഇപ്പൊ ഇവൻ ഈ കതർ വിട്ട് ഈ ഫേഷ്യലും ചെയ്ത് പൗഡർ വിട്ട് വേർക്കാതെ മറ്റേ സ്റ്റിഫാൻ ഷൈനി മുക്കിയ കതർ വിട്ട് നിൽക്കുന്ന ഇവനൊക്കെ ഈ പിള്ളേരുടെ ചോര കൊണ്ടല്ലേ ഇവനൊക്കെ ഇന്ന് തലകുർത്തി അന്തസ്സായിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇന്നൊക്കെ അടി കൂടുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. സാറേ ഇതിന്റെ ചുവട് എന്താന്ന് വെച്ചാൽ രാഹുല് എന്തായാലും ഒരു ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവും. പക്ഷെ ഞങ്ങളൊക്കെ എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ രാഹുൽ ഇല്ലെങ്കിൽ, രാഹുൽ MLA സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറയണേ പാർട്ടിയെ ഞങ്ങൾ മറന്നുപോകും. കോൺഗ്രസ് എന്നുള്ളത് ഇത് മറന്നുപോകും. ഇത് സത്യമാണ് സാറേ. അത്രയും സഹിക്കാൻ പറ്റില്ല സാർ. ഒരു വ്യക്തിനെ ഇത്രയ്ക്ക് മാത്രം ദ്രോഹിക്കുന്നു, ഇത്രയ്ക്ക് മാത്രം ഒരു വ്യക്തിനെ ദ്രോഹിക്കുമ്പോ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ട് സാറേ. സാറിനറിയോ, സാറിന് മാത്രമല്ല സാറിന്റെ വീട്ടുകാർ ഒറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞ സാറിന് എത്ര വേദന ഉണ്ടാവും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണോ? അല്ലെ, തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയും ഒരു വ്യക്തി, ആ വ്യക്തിന്റെ രാഹുലായ ഒരു പക്ഷെ പിടിച്ചു നിന്നിട്ടുണ്ടാവും. വേറെ ആരെങ്കിലോട് പറഞ്ഞാൽ ഇത്തിരി അന്തസ്സുള്ളവരാണെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ, മനസ്സ് ഉറപ്പില്ലാത്തവരെന്ന് പറയാം, എന്നോ ആത്മഹത്യ ചെയ്തിരുന്നോ പാവം. അവൻ എത്ര കാലമായി സാറേ ഈ അപവാദങ്ങളിൽ പെട്ടുകിടക്കണം, എത്ര കാലമായി അല്ലേ? ഒരു മനുഷ്യർക്ക് ചിന്തിച്ചുകൂടെ സാറേ? ഒരു മനുഷ്യർക്ക് ചിന്തിച്ചുകൂടെ? എനിക്ക് 52 വയസ്സൊക്കെ ആയി, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എനിക്കിങ്ങനെയാണെങ്കിൽ ആ മനുഷ്യ, ആ വ്യക്തി ഇതൊക്കെ എങ്ങനെ സഹിക്കും സാറേ? പറയും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അവൻ അനുഭവിക്കേണ്ട വേണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എങ്ങനെ സഹിക്കും സാർ? ഒന്ന് പറ സാറേ. മനസ്സ് വേദനിക്കണം. നിങ്ങളോട് എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് കഴിയില്ല പറയാൻ. പൂർവാധികം ശക്തിയോടെ ഇതിനു മുമ്പും ഇതുപോലെ രാഹുലിനെ തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഉയർത്തെണീറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ രാഹുല് ഈ ആരോപണത്തിനും ഇവന്മാർ സംഘം ചേർന്ന് മറ്റൊരു പോട്ടെ, പക്ഷെ ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ള ഈ നാറികൾ ചേർന്ന് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഇല്ലാതാകുന്നവനല്ല രാഹുൽ. ഇവിടുത്തെ ജനങ്ങൾക്ക് അയാളെ വേണം. അന്നേരം അതുകൊണ്ട് തന്നെ രാഹുല് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. യാതൊരു VD സതീശൻ പറഞ്ഞവന് എത്ര ഈ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ, മറ്റേ P ശശിക്ക് നേരെ, ഗണേഷ് കുമാർ, ഇതിന് പല്ലിന് വലുതുള്ള കുട്ടി ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ഈ യുവതാരമായിട്ടുള്ള ഈ രാഹുലിന് എന്തുകൊണ്ട് ഒരു പെണ്ണിനെ പ്രേമിച്ചുകൂടെ സാറേ? അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് നേരിൽ വന്നിട്ട് അവളുടെ കാര്യങ്ങൾ മറ്റേ ഇതായിട്ട് സംസാരിച്ചുകൂടെ? ഓൺലൈനൊന്നും സംസാരിക്കണ്ടേ? എന്തിനു മറിയത്തിരിക്കുന്നു? അത് കേട്ട് എന്തിനു ഈ കിഴങ്ങന്മാര് പണ്ണും നാറുകള്, ഈ പണ്ണും നാറുകള് എന്തുകൊണ്ട് അത് കേട്ടിട്ട് ഇവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം? സാറ് പറയേ. ഇവന്മാരെല്ലാം ജയിപ്പിച്ചു വിട്ട്, ഞങ്ങളൊക്കെയാണ് ജയിപ്പിച്ചു വിട്ട്. ഇവന്മാരുടെ ഈ പണ്ണും നായിന്റെ മക്കളുടെ ഇഷ്ടത്തിന് പെരുമാറാനൊന്നുമില്ല. എന്റെ പേരിൽ കേസ് എടുക്കട്ടെ സാറേ. വേദനയുണ്ട് സാറേ. ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് മാത്രം ദ്രോഹിക്കുന്ന സമയത്ത് ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റില്ല ഒരാളിനെ. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. അവനൊരു ചെറുപ്പക്കാരനാണ്. ഇതൊന്ന് പാലക്കാട് രാഹുലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമോ ഇല്ലയോ? പിടിക്കും സാറേ. അവനെ കൈവിടില്ല സാറേ. അന്തസ് അഭിമാനമുള്ളവർ തന്നെയാണ് അവനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവനൊരിക്കലും കൈവിടില്ല. കൈവിടില്ല സാറേ. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുക, കൊല്ലം കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുക. പേര് മേശി മത്തായി. ഞാൻ ഇഷ്ടംപോലെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. പറഞ്ഞ പ്രതികരണം എന്ന് പറഞ്ഞാൽ സുനില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാ. പക്ഷേങ്കിലേ ഈ CPM-കാർ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവരിന്ന് പിണറായി വിജയൻ വല്ലരെയും വിടുന്നുണ്ടോ? ആരെയും വിടുന്നില്ല. അവർക്ക് ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞാൽ അവിടെയാ കാണേണ്ടത് അയാളുടെ. ഞാൻ ജനിച്ചതേ ഒരു കോൺഗ്രസ്സുകാരിയായിട്ടാ. എന്നെ ഇവിടെ പലരും മാലയിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനും പോയിട്ടില്ല. പക്ഷെ ഒരു അധികാര സ്ഥാനത്തും ഇല്ല. ജനിച്ചത് മുതൽ എന്റെ കുടുംബം മറ്റേ കോൺഗ്രസ്സുകാരിയാ. ഞാൻ കോൺഗ്രസിലെ വോട്ട് ചെയ്യത്തുള്ളൂ, എന്ത് വന്നാലും ശരിയെന്നെ. പക്ഷെ ഇപ്പൊ ഇവർ ഈ കാണിച്ചത്, രാഹുലിനോട് കാണിച്ച ഈ അന്യായം എന്താ? രാഹുലിന് കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കൂടെ? എന്താ ഇവരെല്ലാം പോയി എവിടെല്ലാം പോകുന്നുണ്ട്? അത് രാഹുൽ ചെറുപ്പക്കാരനല്ലേ? അവൻ കല്യാണം കഴിച്ചില്ലല്ലേ? എത്രയോ പെണ്ണുങ്ങൾ ചെന്നെങ്കിലല്ലേ ചെന്നിട്ടല്ലേ? അല്ലെങ്കിൽ വല്ല വിരോധം ഉണ്ടായിരുന്നെങ്കിലേ അവക്ക് പറഞ്ഞൂടെ? അവക്ക് തർക്കിച്ചൂടായിരുന്നു? അവക്ക് ബലം പ്രയോഗിച്ച് മാറിക്കൂടായിരുന്നു? ഞങ്ങൾ ഇതൊക്കെ ഈ സ്റ്റേജെല്ലാം കഴിഞ്ഞിട്ടായി 72 വയസ്സ് വരെ എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അതിക്രമിച്ച് കയറി എന്തുകൊണ്ട് അവള് തടുത്തില്ല? എന്തുകൊണ്ടല്ലേ ആ സെക്കൻഡിൽ എഴുന്നേറ്റ് അവള് പരാതിപ്പെട്ടില്ല? എന്തിനാ ഈ ഒരു കൊച്ചു പയ്യനെ ഇത്രയും തന്റെ ഇടവും ചുറുചുറുക്കുമുള്ള ചെറുപ്പക്കാരെ എന്തിനാ കോൺഗ്രസ്സുകാർ തന്നെ? പക്ഷെങ്കിലും എല്ലാ അപവാദവും വന്നപ്പോഴേ, ഈ അപവാദങ്ങളൊക്കെ വന്നപ്പോ അതിനെ ഒന്ന് തെളിയിക്കാൻ പറഞ്ഞുകൊണ്ട് സതീശൻ നിന്നൂടായിരുന്നോ? സതീശൻ എന്തോ ആലോചിച്ചുണ്ടങ്ങനെ കാണിച്ചത്? ഞാൻ തെറി പറയുന്നില്ല, എനിക്ക് പറയാൻ വയ്യാത്തത് കൊണ്ടല്ല, എന്നാലും ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്.
ഈ സതീശൻ കാണിച്ചതല്ലേ ഏറ്റവും നികൃഷ്ടമായ പണിയായപ്പോ. കാരണം ഇടതുപക്ഷമോ BJP-യോ അവരങ്ങനെ പറയും, പക്ഷെ ഇവൻ കാണിച്ചത് വെറും മറ്റേ പണിയായി പോയില്ലേ? വെറും ചെറ്റത്തര അയാൾ കാണിച്ചത്. അയാൾ എന്തോ ആലോചിച്ചുണ്ട്, അയാൾ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. പിണറായി വിജയൻ അയാൾ ഇരട്ടച്ചങ്കരൻ എന്ന് പറയുന്ന ചുമ്മാതൊന്നുമല്ല. അയാൾ എന്തിനാ നേരിടാൻ നിൽക്കുക? അതുപോലെ എന്ത് സതീശൻ നിൽക്കാൻ വയ്യാഞ്ഞ്? ഇവര് വോട്ട് കലക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവര് രാഹുലിന്റെ പുറത്ത് കെട്ടിച്ചമച്ചതാ. ഒരു പെണ്ണ് കേസ് കൊണ്ടുവരുമ്പോ എല്ലാരും അങ്ങോട്ടങ്ങ് വീഴും. വേറെ ആർക്കും പെണ്ണ് കേസില്ല. ഈ ഉള്ളവരെല്ലാം അങ്ങ് നല്ലവരാണോ? ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ബിജി. ഞാൻ എംബസി ശ്രീലങ്കൻ എംബസി സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ വിളിച്ചത് കാരണം ഞാൻ സാറിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. സാറിന്റെ ന്യൂസുകളെല്ലാം കാണാറുണ്ട്. ഈ രാഹുലിന്റെ കാര്യം വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചേ പറ്റത്തുള്ളൂ എന്ന് തോന്നിട്ട് ഞാൻ വിളിക്കുന്നതാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാ ഞങ്ങളുടെ വിഷമം പറഞ്ഞു തീർക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങള് ഉമ്മൻചാണ്ടിയെ എങ്ങനെ ഇവർ നശിപ്പിച്ചെന്നുള്ളത് ലോകം മൊത്തം അറിഞ്ഞതാ. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാർ ഇത് പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാകുന്ന വിഷമം വളരെ വിഷമമാണ് ഞങ്ങൾക്ക്. കാരണം ഈ ഒരു ചെറിയ കാര്യം ഓക്കെ, ആ മനുഷ്യൻ പറയുന്നുണ്ട് ഓക്കെ, ഞാൻ നിങ്ങളുടെ ഗർഭം ഞാൻ അലസിപ്പിക്കണമെന്ന് പറയുന്നു. ഞാൻ ആ കൊച്ചിന്റെ പ്രതിജ്ഞ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഒരാൾ ഗർഭം അലസിപ്പിക്കുമ്പോഴോ ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുപോലെ VD സതീശൻ ആള് കേക്ക് മുറിച്ച് കഴിക്കുന്നു. ആ മനുഷ്യൻ ഇങ്ങനെ താഴെ താഴ്ന്നു പോകുന്നല്ലോ എന്നൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഭയങ്കര വിഷമമാണ്. ഒരു പരാതിയില്ല, രേഖാമൂലം പരാതിയില്ല, ഒന്നുമില്ല. വെറും ഒരു ആരോപണം വന്നപ്പോ ഇവനെ എറിഞ്ഞിട്ട് കൊടുത്തില്ല. ഇവൻ ഈ നടപടിയോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞു സാറേ, ഞാൻ പല വിഷയങ്ങളും ഞാൻ എല്ലാം കാണുന്ന ആളെ. എനിക്കിതെങ്കിൽ എന്തിനാണ് എന്റെ ഇമോഷൻ സത്യം പറഞ്ഞു ഒന്ന് അറിയിക്കാൻ ഞാൻ സാറിനെ വിളിച്ചതാ. കാരണം അങ്ങനെ ആകാൻ പാടില്ല. ഞങ്ങള് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ ഞങ്ങള്. സത്യം പറഞ്ഞു എന്റെ സഹോദരന്റെ മക്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴെ എന്റെ മാതാവാണെങ്കിൽ അവരെ കൈപൊട്ടി കാണിക്കും. മനസ്സിലായ? അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. കോൺഗ്രസിന് ഒന്നും കിട്ടിയിട്ടല്ല, പക്ഷെ ഞങ്ങൾ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിച്ചെന്ന് പ്രത്യേകമോ കോൺഗ്രസ്. ഇവന്മാര് കൂടി നശിപ്പിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് സങ്കടം. ആ രമേശ് ചെന്നിത്തല മനുഷ്യനെ ആദ്യം എടുത്തു കളയണം. ആദ്യം ആ മനുഷ്യൻ എടുത്തു കളയണം. അയാള് പുറകിൽ കുട്ടിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നിരപരാധിയെ വലിച്ചെടുത്തെറിഞ്ഞ താക്കോസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്നു. ഏതായിട്ട് അയപ്പിൽക്ക താക്കോസ്ഥാനം കിട്ടുമോ? മേലിരിക്കുന്ന ദൈവം കൊടുക്കുവോ പണം? ഇപ്പൊ VD സതീശൻ എന്ന് പറഞ്ഞ നടക്കുന്നു. അയാളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അയാൾ ഈ കേക്ക് മുറിച്ച് തിന്നുകൊണ്ട് അയാൾ വലിയ മാന്യത കാണിക്കുന്നു. അങ്ങനെ അയാള് ഇവളോട് പറയണം, നിനക്ക് തെളിവുണ്ടെങ്കിൽ നീ കൊണ്ട് കോടതി കൊടുക്കേ, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ കൊണ്ട് പോലീസ് കൊടുക്കേ, നിന്റെ ഗവൺമെന്റ് ഇല്ല ഭരിക്കുന്നേ എന്ന് പറയണം. ഞാൻ കൂട്ടി നിൽക്കാമെന്ന് പറയണം. അവൻ തെറ്റ് ചെയ്തിട്ടാണ് അവന് ശിക്ഷിച്ചോ, നോ പ്രോബ്ലം. അവൻ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ വാങ്ങിക്കട്ടെ. പക്ഷെ ആരെ കാണിക്കാൻ പാടില്ല. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. ഇതുവരെ ഈ രാഹുലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു മോശം അഭിപ്രായം വല്ലോ നിങ്ങൾ പത്തനംതിട്ടക്കാർ, നിങ്ങൾ നാട്ടുകാർ കേട്ടിട്ടുണ്ടോ? സാറേ, പത്തനംതിട്ടക്കാര് നാട്ടുകാർ കേട്ടിട്ടില്ലെന്നുള്ള ഇല്ലെന്നല്ല പ്രശ്നം. ഈ കോൺഗ്രസ് ഈ രൂപത്തിൽ അഗ്നിത്വം തലപൊക്കി നിൽക്കാൻ സമ്മതിച്ചത് ഈ മനുഷ്യനാ, ഈ ചെറുക്കനാ, ഈ രാഹുൽ എന്ന് പറഞ്ഞ ഈ ചെറുക്കനാ. അതുപോലെ ഓർക്കുന്നുണ്ടോ ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ താനറിയാമല്ലോ. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ എത്തുന്നതിന് പള്ളി പോകുമ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് എത്തുന്നതിന് ഞങ്ങളുടെ മണർകാട് പള്ളി പോയി അടുത്ത് ഞങ്ങൾ പോകുന്നു പുതുപ്പള്ളിയിലാണ് പോകുന്നത്. എന്തുകൊണ്ടാ? പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പള്ളി ആയതുകൊണ്ടാണ് പോകുന്നത്. അവിടുന്ന് അനുഗ്രഹം കിട്ടാനല്ല. ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. ആ മനുഷ്യന്റെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ എന്തൊരു സ്നേഹമെന്നറിയോ? ആ പാർട്ടിയെ നശിപ്പിച്ച ഇവന്മാരെ എല്ലാം കൂടെ ഈ VD സതീശന്റെ സാറ് ഓർക്കുന്നുണ്ടോ? 2016 ഈ VD സതീശൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ആ VS സുനിൽകുമാറിനോട് ചേർന്ന് പറഞ്ഞോണ്ടല്ലോ, അയ്യോ തീവട്ടിക്കൊള്ളോ എന്ത് തീവട്ടിക്കൊള്ളയായിരുന്നു. ഈ മനുഷ്യൻ ആ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. പക്ഷെ ഇരുന്നോട്ടെ. പക്ഷെ എന്നാലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ആ രാഹുലിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഇയാൾ എന്തെടുക്കാനാ? മാനായിട്ട് പറയണമായിരുന്നു, നിനക്ക് കേസ് ഉണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കേ, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ കൊടുത്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങനെ പറയണമായിരുന്നു. അവൻ അന്നേരിടട്ടെ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ ശിക്ഷ അനുഭവിച്ചോട്ടെ, പ്രശ്നമില്ല, ശിക്ഷ അനുഭവിക്കട്ടെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവൻ തെറ്റ് ചെയ്യാതെ അവനെ വലിച്ചെടുത്ത് അവന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അവനും പേരക്കകത്ത് കയറി ഇരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാനെ പറഞ്ഞ രാഹുൽ ഒരിക്കലും ഇത് ചെയ്യേണ്ടായിരുന്നു. റിസൈൻ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തിന് റിസൈൻ ചെയ്യണം? അമ്പലവരാകുമ്പോൾ ചാർജ് ചെയ്യും അല്ലേ? അമ്പലം വരുമ്പോൾ ഒരു ചാർജ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് പറ്റും, അവന് തെറ്റ് പറ്റുകൊണ്ട് അവൻ ശിക്ഷ കേൾക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞ ആ കൊച്ചിന്റെ പുതുത്ത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ ഒരു മനുഷ്യൻ അങ്ങനെ പറയും. നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പരസ്പരം കുത്തിച്ചാകുമ്പോൾ 10 മണി വേദനിക്കുന്ന ആ പാർട്ടിയോട് സ്നേഹിക്കുന്ന
സത്യം ഞങ്ങൾക്ക് ഇന്നും എന്നും മെഴുകുതി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാം, ആ രാഹുൽ ഗാന്ധി ഒന്ന് ഇന്ത്യ പഠിക്കണമെന്ന് കാണാൻ വേണ്ടിയാ. ഇവന്മാർ സമ്മതിക്കത്തില്ല, ഇതിനെന്ത് ചെയ്യും? ഇവന്മാർ പരസ്പരം ആ ചെന്നിത്തലാണ് ഞാനൊരു ഒരു ഒരു നന്നാകാത്ത ഒരു മനുഷ്യനാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ ഇയാളെ ഇരിക്കുന്നതുകൊണ്ട് ആ കോൺഗ്രസ് ഗുണം പിടിക്കാത്ത, സത്യം പറയാമല്ലോ. ഈ തവണ ഈ രണ്ടെണ്ണത്തിനെയും ജനങ്ങൾ തോപ്പിക്കണ്ടേ? ഒന്ന് പറവൂരിൽ ഈ സതീശനെയും ഈ ചെന്നിത്തലയും തോൽപ്പിച്ചിട്ട് ആ കെ മുരളീധരനെ മുഖ്യമന്ത്രിയാക്കണം. സത്യമാണോ? കെ മുരളീധരനെ മുഖ്യമന്ത്രിയാക്കണം. അപ്പൊ കെ മുരളീധരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുവരാത്ത ആരാന്ന് മനസ്സിലായോ? ആ ഉസ്മാൻ രമേശ. സത്യമായിട്ട് പോ, അത്ര വിരോധമാണ് ഞങ്ങൾക്ക്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ടി വി ഇല്ല, ഞാൻ ടി വി അവോയ്ഡ് ചെയ്യും. കാരണം ടി വി വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ ടി വി ഉണ്ടായിട്ട് 3 വർഷം. എനിക്ക് ഒരൊറ്റ ചാനലുകാരെ ഇഷ്ടമല്ല, സത്യമായിട്ടാണ്. കാരണം ഞാൻ ഉള്ളത് തുറന്നു പറയുക, ഞാൻ ആകെ കാണുന്ന ITO ന്യൂസ് ആണ്, മറുനാടനാണ്. ഇപ്പൊ മറുനാടൻ കാണാറില്ല, കാരണം മറുനാടൻ രാഹുൽ ഗാന്ധിയുടെ അവിടെ വലിയൊരു യാത്ര നടക്കുന്നു. ആകെ കാണുന്ന സാറിന്റെ ചാനൽ മാത്രമേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എനിക്ക് കൺഗ്രാജുലേഷൻ ചെയ്യൂ, ഡു ഇറ്റ് അഗൈൻ. ഇങ്ങനെ തന്നെ ചെയ്യണം. ഞങ്ങൾക്കത് ആവശ്യം. കാരണം ഞങ്ങളെ പത്തിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ ആരും കൈക്കൂലിയാണ് ജീവിക്കുന്നവരാ, അധ്വാനം ജീവിക്കുന്നവരാ, കഷ്ടപ്പെടുന്നവരാ. ഞങ്ങൾ സത്യം ചെയ്യണം, അത്ര ആഗ്രഹമുള്ളൂ. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. പേര് ബ്രീസ് M. ജോർജ്. ഞാൻ സാറിന്റെ ഒരു സബ്സ്ക്രൈബറാണ്. സാറിന്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ പറ്റി സാറ് ഇപ്പം വീഡിയോ ചെയ്തല്ലോ, അത് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാന്ന് വെച്ചാണ്. സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ള ഇതല്ല. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ, ഞാനും ഒരു സ്ത്രീയാണ്. ഞങ്ങൾ സ്ത്രീകള് സമ്മതിക്കാതെ ഒരു പുരുഷനും ചെയ്യാൻ പറ്റിയല്ലോ ഒന്നും. അത് റേപ്പിസ്റ്റിന്റെ കാര്യം വേറെയാണ്. അല്ലാതെ ഞാൻ എന്റെ 15ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങുന്നത്. എനിക്കിപ്പോ 58 വയസ്സുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന 18ാമത്തെ വയസ്സിൽ കേരളം വിട്ടതാണ്. രാജസ്ഥാനിൽ 18ാം വയസ്സ് തൊട്ട് ഇപ്പം വരെ ഞാൻ ജീവിക്കുന്നു ഒറ്റയ്ക്ക്, എനിക്ക് ആരുമില്ല. പക്ഷെ ഇന്ന് വരെ ഒരു പുരുഷൻ എന്നോട് അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ നമുക്ക് അവരെ ദൂരെ നിർത്താൻ പറ്റും. ഇത് സ്ത്രീകള് അത് അവര് തന്നെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആ പുരുഷന് നമ്മളിൽ ഇത് ഒരു അട്രാക്ഷൻ കാണിച്ച് പുരുഷന്റെ കൂടെ നിന്ന് തെറ്റ് ചെയ്തിട്ട് അവസാനം പുരുഷനെ ഒറ്റയ്ക്കാക്കി അവര് ചെളിവാരി എറിയുന്നു. തെറ്റ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഈ ഇറങ്ങുന്നതിനോട് എങ്ങനെ യോജിക്കാൻ പറ്റും? അതാണ്, ഞാനൊരു സ്ത്രീയാണ്. എനിക്ക് ഇതിപ്പം നിയമം അവർക്ക് സ്ത്രീകൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ചെളിവാരി എറിയുന്നത് തന്നെ ഒരു സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് നമ്മൾക്ക് ഒരു പുരുഷൻ നമ്മളിൽ ഒരു അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഒരു പ്രാവശ്യമേ അവർ ചെയ്യുള്ളൂ. അന്നേരം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് ഇവര് തന്നെ അങ്ങോട്ട് കയറി ചെന്ന് ഒരു പുരുഷന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇതാണ്. ഒരു സ്ത്രീ മുന്നോട്ട് ചെന്ന് എല്ലാത്തിനും തയ്യാറാവുമ്പോ അവര് വീണു പോകും. പക്ഷെ ആ പുരുഷനെ മാത്രം തെറ്റുകാരാക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഈ ഈ സ്ത്രീകളെല്ലാം ഉണ്ടല്ലോ, ഇവര് വന്ന് അവര് എത്ര ഇതായിട്ടാണ്, എത്ര വർഷം കഴിഞ്ഞാണ് അവരൊന്ന് പറയുന്നത്. അവർക്ക് അന്നേരം തോന്നിയില്ലേ ഇയാള് ആരാണെങ്കിലും ഒരു പുരുഷൻ ചെയ്യുന്നത് തെറ്റാന്ന്? അവർക്ക് അന്നേരം അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഒന്ന് രേഖാമൂലം അതിന്റെ കോമ്പറ്റന്റ് അതോറിറ്റികളിൽ ഒന്നും പരാതി കൊടുക്കാതെ ഒരു ആരോപണം വന്ന് നടത്തി ഏതെങ്കിലും ഇതുപോലുള്ള ചാനലുകാർ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് മേലുകീഴ് നോക്കാതെ തങ്ങളുടെ ഏറ്റവും മിടുക്കനായ ഒരു നേതാവിനെ കൊലക്ക് എറിഞ്ഞു കൊടുത്ത ഈ VD സതീശന്റെ നടപടിയോട് എന്ത് തോന്നുന്നു? യോജിക്കുന്നോ? VD സതീശനിൽ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർക്ക് ചേർത്ത് നിർത്തണമായിരുന്നു, ഒരിക്കലും കൈവിടരുതായിരുന്നു. കാരണം ആർക്കറിയാം, ഈ ഉമ്മൻചാണ്ടി സാറിനെ അവർ ഇതുപോലെ ദ്രോഹിച്ചത്, കുരിശേൽപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ ദ്രോഹിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് അഥവാ തെറ്റ് ചെയ്തോ ഇല്ലയോ ഇപ്പം നമുക്ക് പറയാൻ പറ്റിയല്ല, അത് നിയമത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ അതുവരെ നമ്മൾ ചേർത്ത് നിർത്തണ്ടേ? ഇവര് ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തത് ആ ദ്രോഹം തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോടും ചെയ്യുന്നത്. സതീശൻ ഒരിക്കലും തന്നെ ഒരു നിലപാടില്ലാത്ത ഒരു നേതാവാണ് സതീശൻ. ഇങ്ങനെ തൊഴുത്തിൽ കുത്തുമായിട്ട് നടക്കുന്ന സതീശനെ ഒരിക്കലും ജയിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം സാർ.
സാർ ഒരു നല്ല വീഡിയോകളാണ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നല്ല ഒരു സമൂഹത്തിന് ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് താങ്കളുടെ വീഡിയോകൾ ചെയ്യുന്നത് സാർ. വളരെ നന്ദിയുണ്ട് സാർ. ഞാൻ ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് അജിതയാണ് വിളിക്കുന്നത്. അത് ഈ രാഹുലിനെ കുറിച്ച് കേട്ട ഈ അപവാദം ഭയങ്കര വിഷമായി പോയില്ല സാറേ. അതെ, ഞാൻ സാറിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഭാഷ പറയാൻ പാടില്ലാത്ത ഞാൻ പറയാം. എന്നാൽ ഈ 3.5 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഈ വീടുകൾക്ക് വരുന്നേരം ഈ 3.5 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണല്ലോ ഈ അപവാദം പുറത്തേക്ക് വിടുന്നത്. 3 വർഷത്തിനിടയ്ക്ക് ഞാൻ പറയട്ടെ, അത് സ്ട്രോങ് ആയിട്ട് ഇത് ചോദിക്കാനുള്ള ഇത് വേണം. അതിനു മുമ്പ് ഇവളുമാര് അവിടെ പോയി കിടക്കുമായിരുന്നു. ഇതിപ്പോ ഞാൻ പറയട്ടെ, അവനൊരു തലത്തിൽ കയറി അവനൊരു ഉന്നത പദവി ആയപ്പോഴല്ലേ ഇത് വെളിയിലോട്ട് വിടുന്നേ. അവനെ കുറിച്ച് സത്യത്തിൽ ഇത് ഉള്ള സംഭവമാണോ ഇല്ലൊന്നും നമുക്ക് ഈ ജനങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ അവന്റെ ചെറുപ്പക്കാരായി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇപ്പൊ നമ്മളെ ഇതിലും വലിയ സംഭവങ്ങളല്ലേ ഈ ലോകത്ത് ഇപ്പൊ കണ്ടും കേട്ടിരിക്കുന്നത്. അല്ല, ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പരസ്പര സമ്മതത്തോടെ ഒരു സമയത്ത് സുഹൃത്തുക്കളായിരുന്ന സമയത്ത് അതുപോലെ ഇടപെട്ട് അപ്രകാരം ഇരുന്നിട്ട് പിന്നീട് തമ്മിൽ തെറ്റുമ്പോഴോ പിന്നീടോ ഇതുപോലുള്ള ആരോപണവുമായി ഒരാളെ നശിപ്പിക്കാൻ ഇറങ്ങുന്നതിനോട് എത്രത്തോളം യോജിക്കാൻ പറ്റും? അതാണ് ഞാനും പറഞ്ഞുകൊണ്ട് വരുന്ന സംഭവം. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ തെളിവുകളുണ്ടെങ്കിൽ അവർക്ക് അതുപോലുള്ള പരാതികളുണ്ടെങ്കിൽ അവർക്ക് തെളിവുകളടക്കം പരാതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്നിരിക്കെ ഇവരെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമല്ല ഇപ്പൊ ഇറങ്ങിയത്. അതെ, തീർച്ചയായിട്ടും അവന്റെ പദവിയെ നഷ്ടപ്പെടുത്തുക, അത്രേ ഉള്ളൂ. എന്നാന്ന് വെച്ചാല് ഇതിപ്പോ തെളിവൊന്നുമില്ലല്ലോ. ഇനി നല്ല തലത്തിൽ ഇപ്പൊ പുള്ളി കയറി. അപ്പൊ അതിന്റെ ഇത് പുറത്തുനിന്നല്ലല്ലോ, ഇത് അകത്തു നിന്ന് തന്നെയുള്ള കുത്തല്ലേ, പുറത്തുനിന്നുള്ള കുത്തല്ലല്ലോ ഇവനെതിരെ. ഇതൊരു ഭയങ്കര ഇതായി പോയി സാറേ. കേട്ട നമ്മളിത് കണ്ടോണ്ടിരിക്കുമ്പോ തൊട്ടേ ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി. എന്താന്ന് വെച്ചാല് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് അവന്റെ പദവിയെ പൊളിച്ചേക്കുന്നത്. അവന്റെ ആ ഉന്നതത്തിലുള്ള ആ പദവി ഇപ്പൊ അവന് ഇത്ര ഇതായപ്പം അതിന്റെ ആ പദവിയെ പൊളിക്കുന്നതാണ്. പേര് എൽസമ്മ ജോൺ. സാറേ, ഒരു കാര്യം പറയാനായിരുന്നു. ആ രാഹുലിനെ ഇറക്കി വിട്ട ആ സന്ദർഭം ഇരിക്കുന്ന മന്ത്രിമാരിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ തൊടാത്തവരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അവനെയും കൂടെ കൂട്ടി വേണം അത് വേണ്ടതുപോലെ ചെയ്യാൻ. കാരണം എന്തെന്ന് പറഞ്ഞാല് സത്യസന്ധമായിട്ടൊരു കാര്യം ജനങ്ങള് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിനകത്ത് മുഖംമൂടി വെച്ചാണ് അത് പ്രവർത്തിക്കുക. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തില് വോട്ട് ചെയ്ത് ജീവിച്ചിരുന്നവർക്ക് കോൺഗ്രസ്സുകാര് ഉപകാരവും ധനസഹായവും ചെയ്ത് സപ്പോർട്ടും കൊടുത്ത് നടക്കുന്ന വ്യക്തികളാണ് ഈ കോൺഗ്രസ് സത്യത്തില്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള പുരുഷന്മാരെ വാർദ്ധക്യത്തില് തീനും കഴിഞ്ഞേച്ച്, അത് ഭക്ഷണം കഴിക്കണ പോലെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ, തീനും കഴിഞ്ഞേച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി മുകളിലുണ്ടെങ്കിലും ഇതിനെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഈ ചെറുപ്പക്കാരെ കയറ്റി വെച്ച് സത്യസന്ധമായിട്ട് പെരുമാറാൻ ഒരു സപ്പോർട്ട് ഈ ചാനലിലൂടെ കൊടുക്കുക. ഒരു അധികാരം കൈ കിട്ടിയെന്ന് ഓർത്തോണ്ട് അവരുടെ കള്ളവും വെള്ളിയും തിരിച്ചറിയാതെ പെട്ടെന്ന് തന്നെ ഇറക്കി വിടാൻ ഇവൻ ആരാ കേന്ദ്രത്തില്? ഒന്ന്. രണ്ടാമത്, ഏതെങ്കിലും ഒരു നിരപരാധി ജീവിതം വഴിമുട്ടി അന്നം പോലും ഇല്ലാതെ കിടന്ന് നശിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ആ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോഴത്തേന് ഒരു നേരത്തെ ആഹാരം തരാവോന്നും ചോദിച്ചു ചെന്നാൽ എന്തെങ്കിലും അയാൾ കൊടുക്കുമായിരുന്നു. ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരും ജീവിക്കുമ്പോൾ അതിനകത്ത് ഉദാസീനക്കുറവും ദയനീയതാവതയും ഒക്കെ ഒരു ഭാര്യയ്ക്കറിയാം. ആ പുരുഷൻ ഒരു കാരണത്തിനും കൊള്ളൂലാത്ത സമയത്തല്ലേ ആ മനുഷ്യനെ സരളയായിട്ട് ഇതുണ്ടാക്കി വെച്ചത്. ഇതെങ്കിലും മനുഷ്യൻ കണ്ടുപിടിക്കണ്ടേ? അല്ലെ ചാനൽ അറിയണ്ടേ? നിരപരാധികളെ അറിയണ്ടേ? മന്ത്രി ആ സാധനം കിട്ടി ഭാര്യയും ഭർത്താക്കന്മാരും കുടുംബക്കാരും ഒരുവിധമൊക്കെ ഒപ്പിച്ച് വരുമ്പോഴത്തേന് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവനെയൊക്കെ നേരെ നിർത്തി കവളയായിട്ടടിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. ഇവിടെ ഉണ്ട്, ഞാനും ഒത്തിരി രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള എന്റെ ഭർത്താവും അതിനകത്ത് ഇടപെട്ട് തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഇപ്പൊ വന്ന് കാര്യം കണ്ടവരൊക്കെ വേറെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ചാനൽ നിർത്തരുത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. എനിക്ക് പറയാനുള്ള, രാഹുൽ എന്ന MLA എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൂടെ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കാണണമെന്ന്, ഷാഫി പറമ്പിലിനെയൊക്കെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് നിയമസഭയിൽ ജോലി ഉണ്ടായിരുന്നു ഡെയിലി ആയിട്ട്. പക്ഷേ വളർന്നു വരുന്ന തലമുറയെ അടിച്ചമർത്തുക എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതം, അവരവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള. പക്ഷെ ഈ സ്ത്രീകൾ 3-4 സ്ത്രീകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് തന്നെ അപമാനകരമായ 3-4 സ്ത്രീകൾ. പക്ഷെ ഞങ്ങൾക്ക് സ്ത്രീകൾ, ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീയായിട്ട് ജനിച്ചത് ഇപ്പം എനിക്ക് മാനക്കേട് തോന്നുകയാണ്. ഈ സ്ത്രീകൾ ഒരു പാവം പയ്യനെ, ഒരു MLA എന്ന് പറയുന്നത്, പക്ഷെ അവന് അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവരിന്ന് 3-4 ദിവസം കൊണ്ട് ആദ്യ ഭഗവാനെ നോക്കി കരയണുണ്ടാവും. പക്ഷെ ഇവര് സരിതയെ മറക്കരുത്, ഉമ്മൻചാണ്ടി സാറിനെയും മറക്കരുത്.
അടുത്ത ഇലക്ഷൻ വരാറായി. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരും കുഴികാലി വെട്ടിയവരും അനുഭവിച്ച് തന്നെ തീരുള്ളൂ. എനിക്ക് ആ സാധു പയ്യനെ കുറിച്ച് ചിന്തിച്ചിട്ട് പയ്യ ഈ സ്ത്രീകളെ മൊത്തം ഒരു ദിവസം പീഡിപ്പിക്കാൻ, ഈ പീഡനം എന്ന് പറഞ്ഞ ആണുങ്ങൾക്കൊക്കെ രണ്ട് രീതിയാണോ സാറേ? രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, മുകേഷിനെ അറസ്റ്റ് ചെയ്യണ്ടേ? MLA മുകേഷിനെ? അതൊക്കെ വിശുദ്ധ പീഡനങ്ങളല്ലേ? ഈ പീഡനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ്. രാഹുലിന് ഒരു രീതി, മുകേഷ് MLAക്ക് വേറൊരു രീതി. ശബരിമല പയ്യ കുറെ ചേച്ചിമാരുണ്ട് ഈ വന്ന് നിന്ന് ചാനലിൽ ലിപ്സ്റ്റിക്കും തേച്ച് പറയണ ചേച്ചിമാർ, അതൊക്കെ ഒന്ന് ഓർത്താൻ നല്ലത്. അനുഭവങ്ങൾ നെല്ല് വിതച്ചാൽ നെല്ലേ കൊയ്യുള്ളൂ. അടുത്ത ഭാവി മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പിലും അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടുമൊക്കെ ഞങ്ങൾ ചാനൽ ചർച്ചകളിലൂടെ കാണുന്നവരാണ്. അല്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങും പോലെ ഒരു മണ്ഡലത്തിലെ ഒരു വ്യക്തിക്ക് വോട്ടിടണം, അത് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടടുത്ത് ചെന്ന് വോട്ടിടാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കുറെ പേര് പോയി രാഹുലിന് വോട്ടിട്ടാനായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ വോട്ടിട്ടാനായിരുന്നു. കാരണം വളർന്നു വരുന്ന ഒരാളിനെ അടിച്ചമർത്തുക എന്നുള്ളത് പാർട്ടിയിലും കൂടി ഉള്ള കാര്യമാണ്. ഇത് മറ്റു രണ്ട് പാർട്ടിയിൽ മാത്രം ഉള്ളതല്ല, അവരെ പാർട്ടിയിലും കൂടെ ഉള്ളത് തന്നെയാണ്. രാജീവ് ഗാന്ധിയെ കൊന്നതാരെന്ന് പറയണു, ഇന്ദിരാഗാന്ധിയെ കൊന്നതാരെന്ന് പറയണു, അതുപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് മസിൽ പവറും വിട്ടുകളയാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അയാൾ എന്താ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ലേ? അയാളൊരു പുരുഷനല്ലേ? അയാളൊരു PhD എടുത്ത ഒരു മനുഷ്യനല്ലേ? ഇവിളികളെ പറക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇവിടേക്ക് ഇപ്പോഴാണോ തലപൊക്കി വരാൻ പറ്റിയത്? ഇത്രയും കാലം അയാളുടെ പണവും വാങ്ങിച്ച് അയാളുടെ എൻജോയ് ചെയ്ത് കണ്ട ഹോട്ടലൊക്കെ നിറങ്ങി നടന്നിട്ട് ഇപ്പം ഇലക്ഷൻ വരാതായപ്പോൾ അയാളൊരു സ്ഥാനത്തെത്തിയപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ഇവിടെ പ്രസവിച്ച അമ്മമാരാരി? അവളമാരെ വേണം പിടിച്ചുകൊണ്ടൊന്ന് അടിച്ചു പൊട്ടിക്കാൻ. ഇവിളികളെ പ്രസവിച്ച അമ്മമാര്, ആണും പെണ്ണും കെട്ട ഒരുത്തി. അവൾ ആണാണോ പെണ്ണാണോ? ആർക്ക് പ്രേമിക്കാൻ പറ്റും അവളെ? എവിടെ നിന്നോ കൊണ്ടിറക്കിയിരിക്കുന്ന ഒരെണ്ണത്തിന്. അതുകൊണ്ട് സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞു നില തെറ്റിപ്പോവും. അതുകൊണ്ട് രാഹുൽ MLA ഇത് കേൾക്കുകയാണെങ്കിൽ ഒരിടത്തും പതറിപ്പോകില്ല. നിയമസഭയിൽ ചെന്ന് ആദ്യം വിളിച്ച് പറയേണ്ടത്, ആദ്യം മുകേഷ് MLA രാജിവെപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ രാജിവെക്കാൻ ആദ്യം വിളിച്ച് പറയണം. തകർന്നു പോകരുതെന്ന് MLA പറയണം. സത്യം എനിക്കൊന്ന് സങ്കടം സഹിക്കാൻ വയ്യ. ഞാനൊരു അമ്മയാണ്. ഒരമ്മ ഇതിന്റെ പിന്നിൽ ഒരു അമ്മയുടെ കണ്ണുനീരുണ്ട്. വേറെ ഒന്നും പറയണ്ട, മേളിയിക്കുന്ന ഭഗവാൻ അറിയാം. തെറ്റ് ചെയ്ത ശരിയൊന്നല്ല. ഇപ്പം ഇതെവിടുന്ന് വന്നു ഈ പെണ്ണുങ്ങള്? കുറെ തൊലി വെളുപ്പ് കാണുമ്പോ കുറെ അവന്മാര് ഇവിളന്മാരെ പിറകെ പോകും. ഇത് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. സൂസമ്മ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അത് അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ ചതിച്ചതാ. അദ്ദേഹം നല്ലൊരു പ്രവർത്തകൻ, നല്ലൊരു നേതാവുമാ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം, അതേ ഉള്ളു പറയാൻ. ഇത് കോൺഗ്രസ്സുകാർ തന്നെ ചതിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് നല്ല നേതാക്കന്മാരായിരിക്കുമല്ലോ. അത് പേര് പറയാൻ പറ്റത്തില്ല, നല്ല നേതാക്കന്മാരായിരിക്കും. ഈ സതീശൻ ചെയ്ത നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? കാരണം ഒരു പരാതി പോലും വരുന്നതിന് മുമ്പേ ഇയാളെ രാജി മേടിച്ചത് അസൂയ കൊണ്ടാണ്, എന്ത് തോന്നുന്നു? അതെനിക്ക് തോന്നുന്നു. എന്റെ മനസ്സിലായിരുന്നു, പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തോന്നുന്നത്. പലരുടെ അഭിപ്രായവും അങ്ങനെ തന്നെ. ഈ രാഹുലിനോട് എന്ത് തോന്നുന്നു? രാഹുൽ വീണ്ടും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്. എന്തെല്ലാം ജയിലിൽ കിടന്ന ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ പേര് സുഭാഷിണി. ഞാൻ വിളിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഞാൻ വിളിക്കുന്നത് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം, അതായത് അടൂർ പത്തനംതിട്ടയിലുള്ളതാണ്. നമുക്ക് ഏറ്റവും അറിയപ്പെട്ടതാണ്. നമ്മൾ പാർട്ടിയൊന്നും പറയുന്നില്ല, പക്ഷെ നല്ലൊരു ചെറുപ്പക്കാരനെ ഇതേ രീതി കരുതി വെക്കുന്നതിന് ഇതേപോലുള്ള പെണ്ണുങ്ങൾക്ക്, ഞാനും ഒരു പെണ്ണാണ്, എനിക്കും മക്കളുണ്ട്. ഈ പെൺപിള്ളാരെ ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്ന മാതാപിതാക്കളെ വേണം ആദ്യം ക്രോശിക്കാന്. അവർക്ക് തന്നെ വേണം ഇതിന് ക്ലാസ് കൊടുക്കാൻ. ഇങ്ങനെ പെണ്ണുങ്ങളെ അഴിച്ചു വിട്ട് വളർത്തിയിട്ട് ചെറുപ്പക്കാരായ നല്ലതായി നടക്കുന്ന ചെറുപ്പക്കാരെ കരുതേക്കുന്ന രീതിയിലുള്ള സംസാരം ഇനിയെങ്കിലും ദയവായി അവരെ നിർത്താനാക്കാൻ ഈ ഗവൺമെന്റും കൂടെ തീരുമാനമെടുക്കണം. ഇതേപോലെ വസ്ത്രധാരണം കൊണ്ടും അല്ലെങ്കിൽ സ്വഭാവ നടപടി മോശം കൊണ്ടും നടക്കുന്ന ഇതേപോലുള്ള പെണ്ണുങ്ങളെ അവർക്ക് വേണം ഇതിൻ്റെതൊക്കെ കൂലി കൊടുക്കാൻ. ഇതൊരു പാവം ഒരു ചെറുക്കനാ. അറിയാവോ രാഹുലിനെ? നാട്ടുകാരി എന്ന നിലയ്ക്ക് എന്താണ് അഭിപ്രായം? നാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് നല്ല അഭിപ്രായമാണ്. ഏതെങ്കിലും നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് കാണിച്ചിട്ടുണ്ടോ പുള്ളി? ഇല്ല, എന്റെ അറിവിൽ അങ്ങനെയൊന്നും നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി കേട്ടിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല, നമുക്ക് അറിയത്തില്ല, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പക്ഷെങ്കിൽ നല്ലൊരു അമ്മയുടെ മകനാണ്, നല്ലൊരു അമ്മയ്ക്ക് നല്ലൊരു മകനാണ്. ആ മകനെ ഇതേ രീതിയിൽ കരുതേൽപ്പിക്കുന്നതിന് ഇതൊരു വല്ലാത്തൊരു ശിക്ഷയാണ്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ പാർട്ടിയെ പറയുന്നില്ല, പാർട്ടിയുടെ കാര്യം ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. ഇതേപോലുള്ള പെണ്ണുങ്ങൾക്കാണ് ഇതിന്റെ ശിക്ഷ കൊടുക്കേണ്ടത്. ഇങ്ങനെ അഴിച്ചു വിട്ട പെണ്ണുങ്ങളെ വേണം ശിക്ഷിക്കാൻ. ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടുന്ന ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടി, ഇയാളെ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു അന്വേഷണവും നടത്താതെ രാജിവെക്കാൻ പറഞ്ഞതിനോട് എന്ത് തോന്നുന്നു?
ഒരിക്കലും ന്യായമല്ല. കാരണം സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന കക്ഷി എന്തുമാത്രം അനീതിയോട് യോജിക്കുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലായി. കാരണം പുള്ളി ഒരു കേക്ക് മുറിക്കൽ ഇപ്പം ഞാനത് കണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് പെണ്ണുമായിട്ട് നിന്നുള്ള കേക്ക് മുറിക്കലും ആ പെണ്ണിന്റെ ഒരു വസ്ത്രധാരണവും ഞാൻ കണ്ടു, ഒരു മാങ്ങയുടെ പരസ്യം. ഞാനിത് കണ്ടോണ്ടിരിക്കുക, ഇന്നലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. നല്ലതായിട്ട് കാണുന്നുണ്ടോ ഇപ്പോൾ ഇത് ഞാൻ പ്രതികരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാരണവശാലും ഇതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. ഇത് ചെയ്തത് നീതികേടാണ്. ആ ചെറുപ്പക്കാരനോട് ചെയ്തത് നീതികേടാണ്. അത് ഞാൻ രാഷ്ട്രീയമേ പറയുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയെന്നുള്ള നിലയ്ക്കും പറയാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ ഇത് ചെയ്യുന്നതിനകത്ത് ഒരു ന്യായവുമില്ല. ചെയ്യുന്ന നീതികേട് ഏതായിരുന്നാലും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നിയമം. ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഇതേപോലെ ഒരുപാട് അണിയൻ ട്രാപ്പുകൾ വരുന്നുണ്ട്. അതിനെ നമ്മൾ പ്രതിരോധിക്കുക ചെയ്യേണ്ടത്. ഒന്നടങ്കം ആണുങ്ങൾക്ക് ഒരു കാരണവശാലും സമാധാനം കൊടുക്കാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുങ്ങി കച്ച കെട്ടി ഇറങ്ങിത്തിരിക്കുന്നത് അത് ഒരിക്കലും അത് ശരിയായ ഒരു പ്രവണതയല്ല. ആ പ്രവണതയിൽ നിന്ന് മാറ്റം വരണം. പെണ്ണുങ്ങൾക്കും കൂടി ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. ഒരു കോൾ അങ്ങോട്ട് ചെന്നാൽ ആ കോള് വേണ്ടാത്തതാണെങ്കിൽ എടുക്കാൻ പോകരുത്. അവരെ ആ കോള് എടുത്ത് അവരോട് ഭിന്നിപ്പിച്ച് അവരെ ശൃംഖരിപ്പിച്ച് വശത്താക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറ്റം ചമയ്ക്കാനും അവരെ കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് 10,000 പേര് വരെ വന്നില്ല, 9 പേര് വരെ ഇന്ന് വരെ വന്നില്ലേ. ഇവരൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും ദിവസവും? ഇതിന് പ്രതികരിക്കാതെ അന്ന് തന്നെ ഒറ്റ വാക്കി പ്രതികരിക്കാനല്ലോ ഉള്ളൂ. ഒറ്റ വാക്കിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ ഒറ്റ വാക്കി പ്രതികരിക്കണം. അതല്ലാതെ ഇപ്പോൾ ഈ ഇടയ്ക്കൂടെ ഞൊഴിഞ്ഞ് കയറി വന്ന് ഓരോ മനുഷ്യരെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒട്ടും മര്യാദയായ കാര്യമല്ല. അത് ആരും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് വയസ്സ് 59 ഉണ്ട്. ഞാനൊരു സാധാരണപ്പെട്ടതാണ്. ഞാൻ സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയാണ്. എനിക്ക് ഇത് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ദയവായി പറയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് വലിച്ചു നീട്ടാതെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെയുള്ള കരുതേക്കുന്നത് ഇത് നല്ലൊരു മനസ്സിന്റെ ഉടമ, നല്ലൊരു ദേശവിധാനം, നല്ലൊരു ഐക്യമുള്ളൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരന് ഐക്യമുള്ള ചെറുപ്പക്കാരനെ ഇതേ രീതി കരുതേച്ച് പുറത്തു തള്ളുന്നത് ഒട്ടും മര്യാദ. ഇപ്പം രാഷ്ട്രീയം പറയുവാണെങ്കിൽ ഇപ്പം അടുത്ത ഇലക്ഷൻ വരിക. ഈ ഇലക്ഷന് ഈ പറയുന്ന ചെറുപ്പക്കാരനെ തറതൊഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഞാൻ റാന്നിക്കാരിയാണ്. എനിക്ക് നല്ലതായിട്ടറിയാം ഈ മനുഷ്യൻ ഏതാണെന്നും എവിടുത്തെയാണെന്നും ഒക്കെ കുറേയേറെ അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് പ്രതികരിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് പ്രതികരണം അറിയിക്കുവാൻ ITV ന്യൂസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാം ക്ഷമയോടെ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. രാഹുലിന് വേണ്ടി മനസ്സ് തുറക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പർ വിളിക്കാവുന്നതാണ്. രാഹുലെ, നീ ഒരിക്കലും തലകുനിക്കരുത്, പതറരുത്. ഈ നാടിന് നിന്നെ ആവശ്യമുണ്ട്. നിന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരന്മാരും ലോകമെമ്പാടുമുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ കോട്ടയായി ചുറ്റുമുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.